Hello guys, how do you do? അതെ. You guessed it right. We are on a trip. എങ്ങോട്ടേക്കാന്നല്ലേ? സ്ഥിരം സ്ഥലം സ്കോട്ട്ലാൻഡ്. എല്ലാ സീസണിലും സ്കോട്ട്ലൻഡിലേക്ക് പോയേക്കാന്നുള്ളൊരു നേർച്ചയിലാണ് ഞങ്ങള്. അപ്പൊ സ്കോട്ട്ലൻഡ് വിന്ററിൽ എങ്ങനെയാന്ന് നോക്കാം. തുടക്കം തന്നെ ഉഷാറായിരിക്കണു. നല്ല ചീഞ്ഞ മഴ, ഒടുക്കത്തെ തണുപ്പ്, പിന്നെ വഴി നീളെ റോഡ് പണി. ഇതിൽ കൂടുതൽ എന്ത് വേണം? ഈ സ്കോട്ട്ലൻഡ് ട്രിപ്പ് എന്റെ ഐഡിയ അല്ല, മാക്സിന്റെ ഐഡിയ ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് എന്ത് വേണേലും പറയാം. ഇവിടെ ഒരാൾ കാറിൽ കയറിയപ്പോഴേ പണി തുടങ്ങി. നല്ല ഉറക്കം. ഏതോ ബുദ്ധി കൂടിയവൻ പണ്ടെങ്ങാനോ പറഞ്ഞിട്ടില്ലേ, നമ്മൾ എവിടെ പോകുന്നു എന്നുള്ളതല്ല, നമ്മൾ ആരുടെ കൂടെ പോകുന്നു എന്നുള്ളതാണ് കാര്യം. യെസ്, ഐ ആം വിത്ത് മൈ കംഫർട്ട് പീപ്പിൾ. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ലിറിക്സ് അറിയാതെ ഇത്രയും കോൺഫിഡൻസോടെ പാടാൻ കഴിയുമോ? ബട്ട് വി ക്യാൻ. ആക്ച്വലി എനിക്കറിയാം എൻ്റെ ഫേസിന്റെ റൈറ്റ് പ്രൊഫൈലിനേക്കാളും നല്ലത് ലെഫ്റ്റ് പ്രൊഫൈലാണെന്ന്. സോ ഞാനിങ്ങനെ നാച്ചുറൽ ആയിട്ട് കാൻഡിഡ് എന്ന പോലെ എൻ്റെ ലെഫ്റ്റ് പ്രൊഫൈൽ കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു മിനിറ്റ്, പാട്ട് ഓഫ് ചെയ്ത് ആ നല്ല മനസ്സിനെ ഒന്ന് സ്മരിച്ചോട്ടെ. സോ ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ. സ്പൾബർ എന്നാണ്, മാക്സിൻ മാത്യു എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. തൊട്ടടുത്തിരിക്കുന്നത് മിസ്റ്റർ അരുൺ ജോസഫ്. രണ്ടുപേരും കാര്യമായ എന്തോ ചർച്ചയിലാണ്. പക്ഷേ അവർ സംസാരിക്കുന്നത് ഏതു ഭാഷയിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പിന്നീട് അത് ഏതോ പ്രാകൃതമായ ഓട്ടോമൊബൈൽ ഭാഷയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ അവസ്ഥ ഞങ്ങൾ നേരിൽ കണ്ടു. ഓടിക്കുന്ന ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. വൈപ്പറിൽ നിന്ന് വെള്ളം ചീറ്റുന്നത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന കുട്ടികളെ ഞാൻ അവരിൽ കണ്ടു. പക്ഷെ ഓടിക്കുന്ന കാറിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ഡ്രൈവറുടെ കൂടെ യാത്ര ചെയ്യുന്നത് എന്നെ ആകുലപ്പെടുത്തി. പെട്രോൾ ടാങ്ക് ആക്ച്വലി ഇവിടുന്ന് ഓപ്പൺ ആക്കണം. ക്ലിക്ക് ചെയ്യണം. ഏതാ ഈ സൈഡ് പെട്രോൾ ടാങ്ക്? പെട്രോൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? പെട്രോൾ എവിടെയായിരുന്നു? റൈറ്റ് സൈഡിൽ. ഇനി 80 മൈൽസ് വരെ പെട്രോൾ പോകുള്ളൂ. ബാറ്ററി ചാർജ് കുറവാണല്ലോ. എന്താ ചെയ്യണ ബാറ്ററി? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് 0 മൈൽസ് എന്ന് കാണിക്കുന്നത് ബാറ്ററി. ബാറ്ററി ഓടില്ല. ചാർജിംഗ് ടൈപ്പ്, ഫ്യൂവൽ, പെട്രോൾ ഇൻഫർമേഷൻ. Only use petrol from well-known manufacturers. Dalle. E5 E10. പുറത്തിറക്കണ്ടായിരുന്നു. ഇത് തന്നെ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. പുറത്തിറക്കണ്ടായിരുന്നു. പോകുന്നു. Fuel with ethanol. Fuel containing up to 10% ethanol by body emission. എന്തൊക്കെ സെറ്റപ്പ് അല്ലേ വണ്ടിക്കകത്ത്. Of course. Wait until you park, avoid distractions. Okay. ഇനി അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് അല്ല, മറ്റേ സാധനം യൂസർ മാനുവൽ വായിക്കാൻ പറ്റില്ല. ഇങ്ങനെ നല്ല സുഖമായിരിക്കും. എന്നും നല്ല വ്യൂ കണ്ടു കിടക്കാം. അടുത്ത് കാണുക. ഇതാക്കാം, ടൈറ്റ് ആക്കാം. കേട്ടോ, ഭാഗ്യം ഇത്ര ചെയ്യരുത്. നല്ല വെള്ളമുണ്ട്. ഇത് ഡാമാണല്ലേ? അണ്ടർ കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. അത് ഇല്ലാതെ സൈഡും സൈഡ് പുതിയ വണ്ടി മേടിച്ചോ.
ഞാൻ പെട്ടെന്ന് വാങ്ങുന്നു. യൂഷ്വലി ഓൾവേ ഓടിക്കുന്നോണ്ട് തള്ളു 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 പന്നാസ് വണ്ടി, തള്ളു 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 തല്ലിപ്പൊള്ളി വണ്ടി, ഈ തല്ലിപ്പൊള്ളി വണ്ടി. തള്ളാണ് ഗൈസ്, വെറും തള്ളു. ഇങ്ങനെ തള്ളി മറിച്ചാൽ നമ്മള് പെട്ടെന്ന് തന്നെ സ്കോട്ട്ലാൻഡ് എത്തും. ഇതൊരു സെൽഫ് ഡ്രൈവിംഗ് റെന്റേ കാറാണ്. 4 ദിവസത്തേക്ക് റെന്റിന് എടുത്തതാണ്. അതിനാണ് Now you are seeing a vlogger on trip. Now you are seeing a vlogger's sister on trip. Now you are seeing a vlogger's husband on trip. കണ്ണാടിയിൽ നോക്ക് മാക്സി. മര്യാദയ്ക്ക് നോക്കണം. അയ്യേ റൊമാൻറ്റിക് ആയി നോക്കൂ. നമ്മൾ കുറച്ച് ദൂരം ലാസ്റ്റ് ടൈം പോയ അതേ റൂട്ടിലൂടെ തന്നെ പോയി. പിന്നെ ഞങ്ങള് റൂട്ട് മാറ്റി കുറച്ച് പ്രകൃതി രമണീയത തേടിപ്പോയി. രമണീയൊക്കെ കൊള്ളായിരുന്നു, പക്ഷെ എന്നാത്തിനും ഈ വണ്ടി ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ടിട്ട് ഇതിന്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം മനസ്സിലായില്ല. ഒന്ന് പറയൂ പ്രാണശകി, ഇനി പറയൂ. നിങ്ങൾ വെക്കാതെ
അങ്ങനെ ടൗൺ മൊത്തം ചുറ്റി ഒരുപാട് കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ രാത്രി കൂട്ടി കയറി. ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് എഡിൻബ്രോ നോവോട്ടൽ ഹോട്ടലിലാണ്. ഇവിടെ ഞങ്ങൾ അടുത്തടുത്ത് 2 റൂം എടുത്തു. റൂം കുഴപ്പമില്ല, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ബാത്റൂം ആട്ടോ. അകത്തുനിന്ന് നോക്കിയാൽ പുറത്തുള്ളതൊക്കെ കാണാം, പക്ഷെ പുറത്തുനിന്ന് നോക്കിയാൽ അകത്തുള്ളതൊന്നും കാണാൻ പറ്റില്ല. എപ്പടി കൊള്ളാല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ ബാക്കി വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം.